പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ പേര് നിഷാദ്. ചേർത്തല സൗത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പാഠഭാഗങ്ങളാണ് ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇവ ഓരോന്നും. ഇവിടെ വിശദീകരിക്കുന്ന പാഠഭാഗങ്ങളുടെ നോട്ടുകൾ, ഷോർട്ട് നോട്ടുകൾ ഈ വീഡിയോയോടൊപ്പം നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ നോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ചേർത്തല സൗത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായ ദീപ ടീച്ചറാണ്. ഓർക്കുക, ഇത് കംപ്ലീറ്റ് ടീച്ചിങ് മെറ്റീരിയൽ അല്ല. ഇംപ്രൂവ്മെന്റ് തുടങ്ങിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ വളരെ മിനിമം ഡെപ്തിൽ മാത്രം കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ഇതിലുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഇതിൽ പ്രധാനമായുള്ള ഭാഗങ്ങൾ ഇവയൊക്കെയാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അതായത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ്, ഡേറ്റ റെപ്രസെന്റേഷൻ. ഇതിൽ ഓരോ ഭാഗവും നമുക്ക് ആദ്യമായി ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. നമ്മുടെ ലൈഫിൽ മിക്കവാറും ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഡേറ്റയും ഇൻഫർമേഷനും. എന്നാൽ ഇവ രണ്ടും ഒരേ മീനിങ് അല്ല കൺവേ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഡേറ്റ ആർ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എക്സെട്ര. ഡേറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അതേപടിയാണ്, പ്രോസസ്സ് ചെയ്യാത്തതാണ് ഡേറ്റ. ഇവിടെ രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അഭിജിത്ത് 17. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതെന്തെങ്കിലും പ്രത്യേകിച്ച് മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ? നമുക്ക് ഇല്ല. അതാണ് റോ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഫർമേഷൻ ഡേറ്റയുടെ അടുത്ത തലമാണ്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു തലമാണ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത ഔട്ട്കം ആണ് ഇൻഫർമേഷൻ. ഉദാഹരണത്തിന് എക്സാമ്പിൾ, അഭിജിത്ത് ഈസ് 17 years old. അഭിജിത്തിന് 17 വയസ്സ് ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാവാം. ഇന്റലിജൻസ്, നോളജ്, ഇന്റലിജൻസ് തുടങ്ങിയവ ഡേറ്റ, ഇൻഫർമേഷൻ കഴിഞ്ഞുള്ള അടുത്ത തലങ്ങളാണ്. നമുക്ക് ഇൻഫർമേഷനിൽ നിന്നും കിട്ടിയ നോളജ് ഉപയോഗിച്ച്, നമ്മളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ഇന്റലിജൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ടാബുലർ ഫോം നോക്കൂ. ഇതിൽ 2 റോ ഉണ്ട്. അനിത, ആദർശ് തുടങ്ങിയ കുട്ടികളുടെ പല സെഗ്മെന്റിലുള്ള മാർക്കുകളാണ്. അസൈൻമെന്റ്, ടെസ്റ്റ്, സെമസ്റ്റർ, പ്രൊജക്ട്. ഇത് ഒരു ഇൻഫർമേഷൻ ആണ്. ഇവിടെ അനിതയ്ക്ക് 19 മാർക്ക് അസൈൻമെന്റിന് കിട്ടി, ആദർശിന് 20 മാർക്കാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ടുപേരും പഠിക്കാൻ മിടുക്കരാണ്. ഔട്ട് ഓഫ് 20 നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അനിതയ്ക്കാണ് ടോട്ടൽ മാർക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് അനിതയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആദർശിനെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതാണ് നമ്മളുടെ നോളജും ഇന്റലിജൻസിൽ നിന്നും ഉണ്ടാവുന്ന തീരുമാനങ്ങളും. അപ്പോൾ ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള മനസ്സിലാക്കേണ്ടതാണ്. ഇനി എന്താണ് കമ്പ്യൂട്ടർ സയൻസിൽ ഇതിന്റെ റോൾ എന്നുള്ളതാണ് അടുത്ത ഭാഗം. ഡേറ്റ, വിവിധ സോഴ്സിൽ നിന്നും കിട്ടുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുക എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ജോലി. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോഗ്രാമുകളുടെ ജോലി. ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡേറ്റയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, എന്നാൽ ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഡേറ്റയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ സിമിലർ ടു റോ മെറ്റീരിയൽ. നമുക്ക് റോ മെറ്റീരിയൽ എന്താണെന്ന് അറിയാം. ഒരു വസ്തു ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വസ്തുത ഉണ്ടാക്കി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയാണ് ഇൻഫർമേഷനുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുക. ഡേറ്റ കാനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. ഡേറ്റയെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. ഇൻഫർമേഷൻ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. എന്നാൽ ഇൻഫർമേഷൻ ആവട്ടെ പ്രോസസ്ഡ് ഡേറ്റ ആയതുകൊണ്ട് നമ്മളുടെ നോളജിലേക്ക്, നമ്മളുടെ വിവരശേഖരത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും അത് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഡേറ്റ ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. കൃത്യമായ ഒരു ധാരണ നമുക്ക് ഡേറ്റ കൊണ്ട് മാത്രം ലഭിക്കുകയില്ല. എന്നാൽ ഇൻഫർമേഷൻ ഈസ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ.
നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുന്നത്. അതിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഡേറ്റയിൽ നിന്നും ഇൻഫർമേഷനെ ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഇതിന് പ്രധാനമായും 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ക്യാപ്ചറിംഗ് ഡേറ്റ, ഇൻപുട്ട് ഓഫ് ഡേറ്റ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡേറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇത് 6 സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതാണ് ഈ 6 സ്റ്റേജുകളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഓരോ സ്റ്റേജ് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ക്യാപ്ചറിംഗ് ഡേറ്റ. എന്താണ് ക്യാപ്ചറിംഗ് ഡേറ്റ? കളക്ടിംഗ് ദ റിക്വയർഡ് ഡേറ്റ ഫോർ പ്രോസസ്സിംഗ് യൂസിങ് സോഴ്സ് ഡോക്യുമെന്റ്. നമുക്ക് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡേറ്റ ആവശ്യമാണല്ലോ. അതിന് പല സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഘട്ടമാണ് ക്യാപ്ചറിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ക്യാമറയാവാം, സ്കാനർ ആവാം, അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നാം ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ പ്രോസസ്സിംഗിൻ്റെ. സ്റ്റെപ്പാണ് ഇൻപുട്ട് ഓഫ് ഡേറ്റ. ഫീഡിംഗ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. നമ്മൾ ശേഖരിച്ച ഡേറ്റയെ കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനായി നമ്മൾ ശേഖരിച്ച ഡേറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇൻപുട്ട് ഓഫ് ഡേറ്റ. ഇന്നത്തെ സാഹചര്യത്തിൽ ക്യാപ്ചറിംഗ് ഡേറ്റ, ഇൻപുട്ട് ഡേറ്റ ഇവ തമ്മിൽ ഒന്നായി കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്റ്റോറേജ് ഓഫ് ഡേറ്റ. നമുക്ക് പല സോഴ്സുകളിൽ നിന്നും ഡേറ്റ കിട്ടാറുണ്ട്. എന്നാൽ അത് അതേ സമയം തന്നെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. ഇവ ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റോർ ചെയ്തു വെക്കണം, ശേഖരിച്ചു വെക്കേണ്ടതുണ്ട്. അതിനെയാണ് സ്റ്റോറേജ് ഡേറ്റ എന്ന് പറയുന്ന ഘട്ടം. ഡേറ്റ ഇൻപുട്ട് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. ദ പ്രോസസ്സിംഗ് വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ദ എൻറ്റയർ ഡേറ്റ ഈസ് സ്റ്റോർഡ്. പ്രോസസ്സിംഗ് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ഡേറ്റയും കിട്ടിയതിന് മാത്രമായിരിക്കും. നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഡേറ്റ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതിന് മുമ്പുള്ള ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളും നാം സ്റ്റോർ ചെയ്യാറുണ്ട്. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ദി കമ്പ്യൂട്ടർ. ഡേറ്റ പ്രോസസ്സിംഗിനായി കമ്പ്യൂട്ടർ ചെയ്യുന്ന വേരിയസ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, സമ്മറൈസിംഗ്. ഇവയൊക്കെയാണ് പ്രധാനമായി വരുന്ന ഡേറ്റ പ്രോസസ്സിംഗ് ടെക്നിക്സ്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ ഔട്ട്പുട്ടായിട്ട് മറ്റാളുകൾക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഘട്ടമാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ഔട്ട്പുട്ട് സ്റ്റേജ് ഷുഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ സച്ച് എ ഫോം ദാറ്റ് ദ ബെനിഫിഷ്യറി ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഡിസിഷൻസ് ഓർ സോൾവ് ദ പ്രോബ്ലം. നമ്മൾ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ ഔട്ട്പുട്ടായി നൽകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. മറ്റൊരാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇൻഫർമേഷനെ നാം ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. അതാണ് സ്റ്റെപ്പ്. എന്താണ്? ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബെനിഫിഷ്യറീസ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ ബാക്കിയുള്ള ബെനിഫിഷ്യറീസിന്, അതായത് ഇതിനാവശ്യമുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സിംഗിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതിന്റെ ഉപകാരം എന്തൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ്. പിന്നെയോ ടു സോൾവ് പ്രോബ്ലംസ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ. ഇതിന് രണ്ടിനും സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്നത്. ഒരു ഡേറ്റയെ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. Basic organization of computer system is based on a model proposed by John von Neumann. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക് ഓർഗനൈസേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇതിന് പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അനുസരിച്ച് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയൊക്കെയാണ്: ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഇന്റർകണക്ഷൻ. ഇപ്രകാരമാണ്. ഈ പിക്ചർ വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യതയുണ്ട്. നോക്കൂ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ ഇൻപുട്ട് യൂണിറ്റ് വഴി നേരെ പ്രോസസ്സ് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU ആണ്. CPU പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാണ്?
മെമ്മറി അഥവാ സ്റ്റോറേജ് യൂണിറ്റിലാണ്. പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ഔട്ട്പുട്ടിൽ നിന്നും ഡേറ്റ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓരോ യൂണിറ്റും വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ്, ഉദാഹരണത്തിന് കീബോർഡ്, മൗസ്, സ്കാനർ ഇവ ഇൻപുട്ട് യൂണിറ്റിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ ധർമ്മം അക്സെപ്റ്റ് ഡേറ്റ ഇൻസ്ട്രക്ഷൻസ്, കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഫോം അക്സെപ്റ്റബിൾ ടു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന് അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സപ്ലൈ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടു കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. അടുത്തതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. ഇറ്റ് പെർഫോം കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കമ്പാരിസൺസ്. നേരത്തെ പറഞ്ഞ സോർട്ടിങ്, കാൽക്കുലേഷൻ ഇവയെല്ലാം പെർഫോം ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ്. CPU ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് അഥവാ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് നാം പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്ന്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓർ ALU. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പാരിസൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കാൽക്കുലേഷൻ പെർഫോം ചെയ്യും, അതേപോലെ ലോജിക്കൽ ഓപ്പറേഷനുകളായ കമ്പാരിസനെയും ഡിസിഷൻ മേക്കിങ്ങിനെയും എക്സിക്യൂട്ട് ചെയ്യുന്നത് CPU-യിലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. അടുത്ത ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. CPU-യിലുള്ള രജിസ്റ്റേഴ്സ് ടെമ്പററി സ്റ്റോറേജ് എലമെന്റ്സ് ആണ്. ഇവിടെ നമ്മുടെ പെർഫോമൻസ്. അടുത്തത് ഔട്ട്പുട്ട് യൂണിറ്റ്. മോണിറ്റർ, പ്രിന്റർ ഇവയൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റിന് എക്സാമ്പിൾ ആണ്. റിസീവ് റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ CPU ഇൻ കോഡഡ് ഫോം. CPU പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അതിനെ സ്വീകരിക്കുന്നു. കൺവേർട്ട് കോഡഡ് റിസൾട്ട്സ് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. സപ്ലൈ റിസൾട്ട്സ് ടു ഔട്ട്സൈഡ് വേൾഡ്. മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ. അടുത്തത്, ഇത്രയും പഠിച്ച സ്ഥിതിക്ക് എന്താണ് കമ്പ്യൂട്ടറിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ഇലക്ട്രോണിക് മെഷീൻ ടു അക്സെപ്റ്റ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഔട്ട്പുട്ട് റിസൾട്ട്സ് ഓർ ഇൻഫർമേഷൻ. ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷനെ അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ട് റിസൾട്ട് ആയിട്ട് കൊടുക്കുന്നു. ദ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ദ ഡേറ്റ ആർ വെരി ആക്യുറേറ്റ്. കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് ഹാവ് അഡിക്വേറ്റ് നോളജ് ഓർ ഇന്റലിജൻസ് ടു ഇന്റർപ്രറ്റ് ദ റിസൾട്ട്സ്. പൊതുവെ കമ്പ്യൂട്ടറിന് ഇന്റലിജൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഇന്റലിജൻസിനനുസരിച്ച് കമ്പ്യൂട്ടറിന് ഇന്റലിജൻസ് കൊണ്ടുവരാനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ മറ്റൊരു പ്രത്യേകത ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്, ജിഗോ എന്ന് പറയും. ഇവിടെ റോങ് ഇൻപുട്ട് ഈസ് ഗിവൺ ടു കമ്പ്യൂട്ടർ, ഇറ്റ് ഗിവ്സ് റോങ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ തെറ്റായ ഒരു വിവരമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള തെറ്റായ ഔട്ട്പുട്ട് ആയിരിക്കും കമ്പ്യൂട്ടർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വേഴ്സറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി ഇവയൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ്. സ്പീഡ്, എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ആക്യുറസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിരിക്കും. കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. വളരെ കൃത്യമായിട്ട് ആ കാൽക്കുലേഷൻസിനെ പെർഫോം ചെയ്യാൻ പറ്റും. ഡിലിജൻസ് എന്ന് പറയുന്നത് എത്ര തവണ വേണമെങ്കിലും കമ്പ്യൂട്ടറിന് ഒരേ ടാസ്ക് മടിയൊന്നും കൂടാതെ, ക്ഷീണമൊന്നും കൂടാതെ പെർഫോം ചെയ്യാൻ പറ്റും. വേഴ്സറ്റാലിറ്റി, കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്ക്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കുകളെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന് നമുക്ക് വീഡിയോ, ഫിലിം കാണാൻ പറ്റും, അതോടൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ പ്രിന്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ പർപ്പസ് ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനാണ് കമ്പ്യൂട്ടർ. ഹ്യൂജ് മെമ്മറി, കമ്പ്യൂട്ടർ ഹാസ് ഇനോർമസ് മെമ്മറി കപ്പാസിറ്റി. ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മെമ്മറി ഫോർ പ്രോസസ്സിംഗ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. ലാക്ക് ഓഫ് IQ, നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ IQ, ഇന്റലിജന്റ് കോഷൻ ഇല്ല. അതേപോലെ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടില്ല. മനുഷ്യന്റെ ഹെൽപ്പോട് കൂടി അത് സംഭവിക്കുകയുള്ളൂ. ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോർഷനാണ് നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയാണ് നമ്പർ സിസ്റ്റം. ദ നമ്പർ സിസ്റ്റം വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഈസ് ദ ഡെസിമൽ നമ്പർ സിസ്റ്റം that uses 10 symbols or digits.
നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൽ 10 സിമ്പിൾസ് ആണ്, ചിഹ്നങ്ങളാണ് ഉള്ളത്. The number of symbols used in number system is called base or radix of a number system. ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങൾ ഉണ്ട് അതിനെയാണ് അതിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. മറ്റൊരു കൺസെപ്റ്റ് ആണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം, ഇൻ വിച്ച് the weight of a digit depends on its relative position. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഈ നമ്പർ നോക്കൂ, 29,852 29852. ഇതിൽ റൈറ്റ് സൈഡിലുള്ള ഇതാണ് ഏറ്റവും അവസാനമുള്ള നമ്പറിന്റെ ഡിജിറ്റിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അഥവാ LSD. ഇതിന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ഈ രണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁴, അതായത് 10⁻⁴ മീൻസ് 1. ഈ 5ന്റെ വാല്യൂ 10⁻⁴ ആണ്, ദാറ്റ് മീൻസ് 10. അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്തോറും ഇതിന്റെ പവർ കൂടി വരും. നോക്കൂ, ഇവിടെ ആദ്യവും അവസാനവും 2 അക്കമെങ്കിലും ഇതിന്റെ വെയിറ്റ് വ്യത്യസ്തമാണ്. അതായത് പൊസിഷൻ അനുസരിച്ച് ഓരോ ഡിജിറ്റിന്റെയും വാല്യൂ വ്യത്യാസപ്പെടും. നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും 4 നമ്പർ സിസ്റ്റമാണ്: ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ഓരോന്നിന്റെയും ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈനറിയുടേത് 2 ആണ്, ഒക്ടലിൻ്റെത് 8 ആണ്, ഡെസിമലിൻ്റെത് 10, ഹെക്സാഡെസിമൽ 16. ഓരോന്നിന്റെയും സിമ്പിൾസും ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. 0, 1, ഒക്ടലിൻ്റെത് 7 വരെ ഉണ്ടാവും. നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് ഡെസിമലാണ്. ഡെസിമൽ ആണെങ്കിൽ 0 to 9. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. അപ്പോൾ 16 സിമ്പിൾസ് ആണ് ഇവിടെയുള്ളത്. ഡെസിമൽ നമ്പർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇറ്റ് ഇൻവോൾവ്സ് 10 symbols. Since there are 10 symbols in this system, its base is 10. Decimal number system is also known as base 10 number system. ഇതിനെ base 10 number system എന്നും പറയുന്നു. ഒരു ഉദാഹരണത്തിന് 743 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ എടുക്കാം. ഇതിന്റെ 3ന്റെ വെയിറ്റ് 3 × 10⁻⁴ ആണ്. 4ന്റെ വെയിറ്റ് 4 × 10⁻⁴ ആണ്. 7ന്റെ വെയിറ്റ് 7 × 10⁻². ആണ്. 7ന്റെ വെയിറ്റ് 10⁻² ആണ്. അപ്പോൾ 700 പ്ലസ് 4 10s 40 പ്ലസ് 3, അങ്ങനെയാണ് 743 എന്നാവുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ വെയിറ്റ് ഒരു പോയിന്റ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെയാണ് നോക്കാം. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള നമ്പർ 249.367 ആണ്. ഇതിൽ 367 ഡെസിമലിന് ശേഷം, അതായത് ദശാംശത്തിന് ശേഷം വരുന്നതാണ്. അതിന്റെ വെയിറ്റ് നമുക്ക് ആദ്യം നോക്കാം. നോക്കൂ, 3 × 10⁻⁻1 പ്ലസ് 6 × 10⁻⁻2 പ്ലസ് 7 × 10⁻⁻3. എന്നാൽ ഡെസിമലിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതോ 9 × 10⁻�0 പ്ലസ് 4 × 10⁻1 പ്ലസ് 2 × 10⁻². ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 249.367 കിട്ടും. അടുത്തത് കമ്പ്യൂട്ടറിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 symbols 0 and 1 to form a number is called binary നമ്പർ സിസ്റ്റം. ഇവിടെ 0യും 1 മാത്രമാണ് സിമ്പിൾസ് ഉള്ളത്. ഇതിന്റെ ബേസ് 2 ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബേസ് 2 നമ്പർ സിസ്റ്റം. ഇവിടെ ഇതിന്റെ ബേസ് 2 ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ 2നെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കും, അഥവാ റാഡിക്സിനെ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കും. 1101 to the base 2, 101010 to the base 2. ഇവിടെ നോക്കൂ, ഇതിന്റെ ഓരോന്നിന്റെയും വെയിറ്റ് ഈ ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. 1101 എന്ന് പറയുന്ന ബൈനറി നമ്പറിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 2⁻0 ആണ് വെയിറ്റ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്തോറും 2⁻1, 2⁻2, 2⁻3 അങ്ങനെ പോകും. അപ്പോൾ ഈ കാണുന്ന 1101ന്റെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത് 13 ആണ്. 1 × 2⁻3 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. That means 13. The rightmost bit in a binary number is called least significant bit. ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്നതിനെ പറയുന്ന പേരാണ് least significant bit. Leftmost bit in binary is called most significant bit. ഫ്രാക്ഷണൽ നമ്പേഴ്സിൽ എങ്ങനെയാണ് ബൈനറിയുടെ വെയിറ്റ് കാണുന്നത് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും, ഡെസിമലിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും 2⁻1, 2⁻2, 2⁻3 അങ്ങനെ പോകും. 2⁻1 എന്ന് പറയുന്നത് 0.5 ആണ്. ഇത് 0.25 ആണ്. ഇത് 0.125. ഈ നമ്പറിൽ
ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. 111.011നെ നമുക്ക് 7.375 എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഡെസിമൽ ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 നമ്പേഴ്സ് 0, 1, 2, 3, 4, 5, 6 and 7 to form a number is called octal number system. 8 സിമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. അത് 0 മുതൽ 7 വരെയാണ്. അതിന്റെയും വെയിറ്റഡ് ആണ്. ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നമ്പറിന്റെ വെയിറ്റ് 8^0, 8^1, 8^2 അങ്ങനെ പുറകോട്ട് പോകും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതിനുള്ള ഉദാഹരണങ്ങളും ടെക്സ്റ്റ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 16 സിമ്പിൾസ്. 16 സിമ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 0 to 9 വരെയല്ലേ ഉള്ളൂ നമ്മുടെ നമ്പേഴ്സ്. പിന്നീട് വരുന്ന സിമ്പിൾസ് ABCDE and F. ഇങ്ങനെ 16 സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് 16 ആണ്. നോക്കൂ, ഹെക്സാഡെസിമൽ 0, 1, 2, 3 up to F വരെയുണ്ട്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേവരെ നമ്മൾ കണ്ട നമ്പർ സിസ്റ്റത്തിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള വിശദമായ രീതികൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇതൊരു എക്സാമിനേഷൻ അല്ലെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും. ബൈനറി അഡീഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബൈനറി അഡീഷൻ സാധാരണ ഡെസിമൽ അഡീഷൻ പോലെ അല്ല. 0 + 0 0 ക്യാരി 0, 0 + 1 സം കിട്ടുന്നത് 1 ആണ്, ക്യാരി 0. അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 + 1 ആണ്. 1 + 1 റിസൾട്ട് 0യും ക്യാരി 1 ആണ്. അടുത്തതായിട്ട് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത് ഡേറ്റ റെപ്രസെന്റേഷനെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിൽ നാം കൊടുക്കുന്ന വിവരങ്ങളെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സിനെയും ക്യാരക്ടേഴ്സിനെയും ഇമേജിനെയും ഓഡിയോയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. 0s ഉം 1 ആയിട്ട് കൺവേർട്ട് ചെയ്താണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ വിവിധ രീതികളാണ് ഡേറ്റ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഫംഗ്ഷനിങ് ഓൺ ദ ബേസിസ് ഓഫ് 2 സ്റ്റേറ്റ്സ്, ഓൺ ആൻഡ് ഓഫ്. വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നാം പഠിക്കുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷന്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ബിറ്റ് ഫ്രം ലെഫ്റ്റ്, അതായത് MSB ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് സൈൻ ഓഫ് ഇന്റിജർ ആൻഡ് റിമൈനിങ് 7 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റിജർ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ MSB അഥവാ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ സൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി. മാഗ്നിറ്റ്യൂഡ് ഈസ് റെപ്രസെന്റഡ് ആസ് 7-bit ബൈനറി ഈക്വലന്റ് ഓഫ് ദി ഇന്റിജർ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ വാല്യൂ. അതിന് ഉപയോഗിക്കുന്നത് 7 ബിറ്റുകളാണ്. അതിനുശേഷം വരുന്ന 7 ബിറ്റുകളാണ്. 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ വളരെ ബേസിക് ആയിട്ട് മാത്രമാണ് പോർഷൻസ് ഓരോന്നും വിശദീകരിക്കുന്നത്. ഇവിടെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഫസ്റ്റ് ഫൈൻഡ് ബൈനറി ഈക്വലന്റ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റിജർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ 8-bit ഫോം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8-bit ഫോമിൽ എഴുതുക. ഇഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് 2's കോംപ്ലിമെന്റ് ഓഫ് 8-bit ഫോം ബൈനറി. If the number is positive 8-bit form, binary itself is the representation of. അടുത്ത റെപ്രസെന്റേഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഓർ റിയൽ നമ്പർ കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഇന്റിജർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട്. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇന്റിജർ പാർട്ട്, മറ്റൊന്ന് ഫ്രാക്ഷണൽ പാർട്ട്. 3.14 നമുക്കറിയാവുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. A real number can be written in a special notation called floating point notation. Floating point notation ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Any number in this notation contains 2 parts. ഇവിടെ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മാൻഡിസ, മറ്റൊന്ന് എക്സ്പോണന്റ്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് 25.45 can be written as 0.2545 into 10^2. നമുക്കിവിടെ ഈ നമ്പർ തന്നെയാണ് ഇതും. ഇവിടെ 0.2545 എന്നുള്ളത് മാൻഡിസ പാർട്ടാണ്. അതിനുശേഷം വരുന്ന 10^2 എന്ന് ഇത് ആണ് എക്സ്പോണന്റ് പാർട്ട്. ഇതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 32-bit റെപ്രസെന്റേഷൻ്റെ അകത്ത് മാൻഡിസ റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് 24 ബിറ്റ്സ് ഉപയോഗിക്കും. എക്സ്പോണന്റ് 10^2 ശേഷം അതായത് പവർ ഫാക്ടർ വരുന്നത് 8 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടറിനെ
കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി അനേകം ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. അവയിൽ ചിലത് ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇറ്റ് യൂസസ് 7 bits ടു റെപ്രസെന്റ് ഈച്ച് ക്യാരക്ടർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. 7 ബിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ASCII റെപ്രസെന്റേഷനിൽ ഓരോ ക്യാരക്ടറിനെയും സ്റ്റോർ ചെയ്യുന്നത്. ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. A, B, 10, 20, സ്റ്റാർ, അങ്ങനെയുള്ള അങ്ങനെ പലതരത്തിലുള്ള ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ്. എ യുണീക്ക് ഇൻഡിജർ നമ്പർ ഈസ് അസൈൻ ടു ഈച്ച് ക്യാരക്ടർ. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് നമ്പർ, ഇൻഡിജർ നമ്പർ ഉണ്ടാവും. ഉദാഹരണത്തിന് ASCII കോഡ് ഓഫ് A, ക്യാപിറ്റൽ A ഈസ് 65. 65 എന്നാൽ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ A ആണ് ASCII കോഡ് അനുസരിച്ച്. അതിന്റെ ബൈനറി ഈക്വലന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്, EBCDIC. This is similar to ASCII code and is an 8-bit code used in computers manufactured by IBM. ഇതും ASCII കോഡ് പോലെ തന്നെയാണ്. ഇത് പക്ഷേ 8-bit ക്യാരക്ടർ റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് എൻകോഡിംഗ് 256 ക്യാരക്ടേഴ്സ്. 256 ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ നമുക്കിവിടെ ഉപയോഗിക്കാം. മറ്റൊരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ ആണ് ISCII, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇറ്റ് ഈസ് ആൻ എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെന്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വ്യത്യസ്ത ലിപികളെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ISCII എന്ന് പറയുന്ന ഫോർമാറ്റ്. ഇറ്റ് യൂസസ് 8 bits ഫോർ ഡേറ്റ റെപ്രസെന്റേഷൻ. 8 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഡേറ്റ റെപ്രസെന്റേഷൻ. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പരിചിതമുള്ളതാണ് യൂണിക്കോഡ്. ASCII, EBCDIC ഒക്കെ ഉപയോഗിച്ചിട്ട് എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു പരിധിയുണ്ട്. മാക്സിമം 8 ബിറ്റ് വരെയാണ് EBCDIC വരെ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ലോകത്ത് അനേകം ഭാഷകൾ അവൈലബിൾ ആണ്. മിക്കവാറും ഭാഷകൾക്കൊക്കെ ലിപി ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനാണ് യൂണിക്കോഡ് എന്ന റെപ്രസെന്റേഷൻ കൊണ്ടുവന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീം വിച്ച് ഈസ് യൂണിവേഴ്സൽ ആൻഡ് എഫിഷ്യന്റ്. യൂണിവേഴ്സൽ ആയിട്ട് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോഡാണ് യൂണിക്കോഡ്. ഇറ്റ് പ്രൊവൈഡ്സ് എ യുണീക്ക് നമ്പർ ഫോർ എവറി ക്യാരക്ടർ, നോ മാറ്റർ വാട്ട് ദ ലാംഗ്വേജ് ആൻഡ് പ്ലാറ്റ്ഫോം ബി. ഏത് ഭാഷയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും പ്രശ്നമില്ല, യൂണിക്കോഡ് ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. യൂണിക്കോഡ് ഒറിജിനലി യൂസ് 16 bits which can represented up to 65,536 characters. ഇത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് യൂണിക്കോഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ക്യാരക്ടർ റെപ്രസെന്റേഷനെ കുറിച്ച് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇമേജ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് JPEG, BMP, GIF ഫോർമാറ്റുകളും ഉണ്ട്. അതേപോലെ ഓഡിയോ, വീഡിയോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനായി വ്യത്യസ്ത ഫോർമാറ്റുകളും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.